കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദുമതത്തിലെ മഹത്തായ ഗ്രന്ഥമായ ഭഗവത്ഗീതയ്ക്ക് ഹിന്ദുമതത്തിൽ മാത്രമല്ല ലോക തത്വചിന്തയിലും ഉന്നതമായ സ്ഥാനമാണുള്ളത്. ഇപ്രകാരം ഉന്നതമായ സ്ഥാനം ലഭിക്കുവാൻ ഭഗവത്ഗീതയിൽ എന്താണുള്ളത്? ഭഗവത് എന്നാൽ ദൈവത്തിൻ്റെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഗീത എന്നാൽ പാട്ടാണ്. പ്രകാരം ദൈവത്തിൻ്റെ പാട്ട്, അതായത് ദൈവം മനുഷ്യവർഗത്തിന് ശാശ്വതമായ ജ്ഞാനം നൽകുന്ന ദിവ്യഗീതമാണ് ഈ ഭഗവത്ഗീത. ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം. ഭഗവത്ഗീത വെറുമൊരു മതഗ്രന്ഥമല്ല, മറിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വിജയകരമായി നേരിടാനുള്ള പ്രായോഗികമായ ഒരു ജീവിത രീതിയാണ്. ഭഗവത്ഗീതയിലെ പ്രധാന തത്വങ്ങൾ പ്രായോഗികമാക്കുന്ന വിധം നോക്കാം. അതായത് ഒന്നാമതായിട്ട് കർമ്മയോഗം, അതായത് ഫലകാംക്ഷയില്ലാത്ത കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ തത്വം എന്തെന്നാൽ കർമ്മം ചെയ്യുക എന്നതിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, അതിൻ്റെ ഫലങ്ങളിൽ ഒരിക്കലുമില്ല എന്നുള്ളതാണ്. നിത്യജീവിതത്തിൽ പ്രയോഗിക്കേണ്ട വിധം പ്രകാരമാണ്. നാം നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കുക. അതായത് ജോലി, പഠനം, വീട്ടുജോലി തുടങ്ങി എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തെക്കുറിച്ച്, ശമ്പളം, പ്രശംസ, പരീക്ഷാ ഫലം മാത്രം ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്തതായിട്ട് സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഫലം നമ്മുടെ നിയന്ത്രണത്തിനല്ല എന്ന് തിരിച്ചറിയുക. അപ്രകാരം തിരിച്ചറിയുമ്പോൾ പരാജയഭയം കുറയുകയും കൂടുതൽ ശാന്തമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് സ്വധർമ്മം, അതായത് സ്വന്തം കടമയെക്കുറിച്ചാണ്. തത്വം എന്തെന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ്. അന്യൻ്റെ ധർമ്മം ശ്രേഷ്ഠമായി തോന്നിയാലും അത് അനുഷ്ഠിക്കുന്നത് ഭയങ്കരമാണ്. ഈ തത്വം നിത്യജീവിതത്തിൽ പ്രയോഗിക്കേണ്ട വിധം ഇപ്രകാരമാണ്. നമ്മുടെ കർത്തവ്യം നാം തിരിച്ചറിയുക. അതായത് ഒരു മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, വിദ്യാർത്ഥി, ജീവനക്കാരൻ എന്നിങ്ങനെയുള്ള നമ്മുടെ ഓരോ പദവിക്ക് അനുസരിച്ചുള്ള കടമകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായിട്ട് നിർവഹിക്കുക. താരതമ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റുള്ളവരുടെ ജീവിത രീതികളോ ജോലിയോ നേട്ടങ്ങളോ കണ്ട് സ്വന്തം കടമകൾ ഉപേക്ഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കുക. നമുക്കായി നിശ്ചയിക്കപ്പെട്ട കർത്തവ്യമാണ് നമുക്ക് ഉചിതം. ഇനി മൂന്നാമതായിട്ട് സമത്വം, അതായത് സ്ഥിതപ്രജ്ഞൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ തത്വപ്രകാരമാണ് ലാഭനഷ്ടങ്ങൾ, സുഖദുഃഖങ്ങൾ, വിജയപരാജയങ്ങൾ എന്നിവയെ ഒരേ മനസ്സോടെ കാണാൻ സാധിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ, അതായത് ജ്ഞാനി. ഈ തത്വം നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. അതായത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ അമിതമായി മതിമറക്കാതിരിക്കുക. അതേപോലെ ദുഃഖമോ പരാജയമോ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെയും ഇരിക്കേണ്ടതാണ്. സംയമനം പാലിക്കേണ്ടതാണ്. അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദേഷ്യം വരുമ്പോഴും ശാന്തമായ മനസ്സോടെ കാര്യങ്ങൾ വിലയിരുത്തി ശരിയായ തീരുമാനമെടുക്കാൻ ഈ സമചിത്തത സഹായിക്കുന്നതാണ്. ഭഗവത്ഗീതയുടെ നാലാമത്തെ തത്വം ഇതാണ്, ആത്മീയത, അതായത് ആത്മാവിൻ്റെ അറിവ്. അതിൽ തത്വം ഇപ്രകാരമാണ്. നാം ശരീരമല്ല, അനശ്വരമായ ആത്മാവാണ്. അതായത് ആത്മബോധം ഉണ്ടായിരിക്കുക. നിത്യജീവിതത്തിൽ ഈ തത്വം പ്രയോഗിക്കേണ്ട രീതി നോക്കാം. ഭയം കുറയ്ക്കുക, അതായത് ജനന മരണങ്ങളെക്കുറിച്ചുള്ള ഭയം, വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ആദി, ഇവയെല്ലാം ആത്മാവിനെക്കുറിച്ചുള്ള അറിവിലൂടെ കുറയ്ക്കാൻ സാധിക്കും. മാറ്റമില്ലാത്ത താൻ, അതായത് ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും അടുത്തതിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ പല ഭയങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നൽകും. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. അനിയന്ത്രിതമായ മനസ്സ് ശത്രുവിനെ പോലെയാണ്. ദിവസവും ധ്യാനത്തിലൂടെയോ പ്രാണായാമത്തിലൂടെയോ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് ആന്തരികമായ ശാന്തി നൽകുന്നതാണ്. ഭഗവത്ഗീതയുടെ അഞ്ചാമത്തെ തത്വം ഇപ്രകാരമാണ്, ഭക്തിയോഗം, അതായത് സമർപ്പണം. തത്വം പറയാം. എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അതായത് പരമമായ ശരണാഗതി, ഭഗവാനിലുള്ള പരമമായ ശരണാഗതി.
അതാണ് ഭക്തിയോഗം. നിത്യജീവിതത്തിൽ നാം ഭക്തിയോഗം എന്ന് പറയുന്ന തത്വം പ്രയോഗിക്കേണ്ട വിധപ്രകാരമാണ്. സഹായം തേടുക. നാം ചെയ്തതെല്ലാം നമ്മളുടെ പരമാവധി ആയിരുന്നു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ബാക്കിയുള്ളതെല്ലാം ഒരു ഉയർന്ന ശക്തിയിൽ, അതായത് ഈശ്വരനിൽ അർപ്പിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ളത് ഭഗവാന് വിടുക. കാരണം നമ്മൾക്ക് മുഴുവനായിട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ലല്ലോ. എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി നാം ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. അതേപോലെ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഭാരങ്ങളെല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിട്ട് ആശ്വാസം കണ്ടെത്താനായി ശ്രമിക്കുക. തീർച്ചയായും ഭഗവാൻ നമ്മെ സഹായിക്കുന്നതാണ്. ചുരുക്കത്തിൽ കർമ്മം ചെയ്യുക, ഫലം ഭഗവാന് വിടുക, ശാന്തമായി ഇരിക്കുക. ഇതാണ് ഭഗവത്ഗീത നിത്യജീവിതത്തിൽ പകർത്താനുള്ള എളുപ്പ വഴി. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.